തങ്ങളെ ആക്രമിച്ച അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയായി ഖത്തറിലെ അമേരിക്കൻ ബേസ് ആക്രമിച്ച് ഇറാൻ. 6ഓളം മിസൈലുകളാണ് ഇറാൻ ഖത്തറിൽ ദോഹയിലുള്ള അൽ ഉബൈദ് എന്ന അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിലേക്ക് അയച്ചത്. എന്നാൽ 6 റോക്കറ്റുകളെയും അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇസ്രായേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് അമേരിക്ക ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ കഴിഞ്ഞ ദിവസമാണ് ആക്രമിച്ചത്. ഇതിൻ്റെ പ്രതികാരമായി അമേരിക്കയെ ആക്രമിക്കുമെന്ന് അയത്തുള്ള ഖുമൈനി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷമാണ് ദോഹയിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസിലേക്ക് ഇറാൻ റോക്കറ്റുകൾ അയച്ചത്. ഗൾഫിൽ ഖത്തറിനെ കൂടാതെ സൗദിയിലും UAEയിലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസുകളുണ്ട്. ഇതിനു മുമ്പും ഇറാഖിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ ഇറാൻ മിസൈലുകൾ വിട്ട് ആക്രമിച്ചിരുന്നു. എങ്കിലും ഇത്ര ശക്തമായിട്ടുള്ളൊരു ആക്രമണം അമേരിക്കൻ ബേസിന് നേരെ ഇറാൻ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. അമേരിക്കയെയും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിനെയും ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവരുടെ പതനം കാണാതെ തങ്ങളുടെ ആക്രമണം നിർത്തുകയില്ല എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ റഷ്യയുടെ സപ്പോർട്ടിന് വേണ്ടി ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇറാന് നേരെയുള്ള ആക്രമണത്തെ റഷ്യ അപലപിച്ചിട്ടുമുണ്ട്. ഖത്തറിൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടുകൂടി വ്യോമപാതകൾ അടച്ചിട്ടിരിക്കുകയാണ് ഖത്തറും UAEയും അടങ്ങുന്ന ഗൾഫ് മേഖല. പ്രവാസികളെല്ലാവരും കൂടുതൽ കരുതലുള്ളവരായിരിക്കണമെന്ന് ഖത്തർ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖത്തറിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് കനത്ത സുരക്ഷയൊരുക്കുമെന്നും ഖത്തർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ കൂടുതൽ അമേരിക്കൻ മിലിറ്ററി കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ ഒരുങ്ങുന്നു എന്നാണ് ഇറാനിയൻ മിലിറ്ററി കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഖത്തറിലെ അമേരിക്കൻ ബേസ് ആക്രമിച്ചതിൽ തങ്ങളുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയത് എന്നാണ് ഖത്തർ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഖത്തർ പ്രഖ്യാപിച്ചു. ഇറാന്റെ ഈ ആക്രമണത്തോടുകൂടി പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ ഇന്ത്യക്കാരും മുഴുവൻ പ്രവാസികളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. യുദ്ധം കനക്കുകയാണെങ്കിൽ പലർക്കും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായി വരും. കൂടാതെ അമേരിക്കയിലും യൂറോപ്പിലും മറ്റും ജോലി ചെയ്യുന്ന നാട്ടിലേക്ക് ലീവിന് പോകുന്ന പ്രവാസികളുടെ യാത്രയും ദുരിതത്തിലാകും.